വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ എപ്പോഴും കാണാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് വളരെ ഉപകാരമായിട്ട് മാറും. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് വിവോയുടെ V70 സീരീസിലെ ലാസ്റ്റ് അംഗമായിട്ടുള്ള വിവോ V70 FE എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. സോ ഈ ഒരു ഫോണിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് കേട്ടോ. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇറങ്ങിയിട്ടുള്ള വിവോ V70 അല്ലെങ്കിൽ V70 L8 എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ല ഓൾറൗണ്ടർ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വന്നൊരു ഫോണായിരുന്നു അത്. നല്ല പ്രീമിയം ലുക്ക്, നല്ല ക്യാമറ സെറ്റപ്പ്, നല്ല ബാറ്ററി, നല്ല പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നൊരു ഫോണായിരുന്നു അത്. ഭയങ്കര ഹിറ്റാണ്, ഇപ്പോഴും അത്യാവശ്യം സെയിൽസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സോ അതിൻ്റെ പിന്നാലെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഫോണാണ് നമ്മുടെ വിവോയുടെ V70 FE എന്ന് പറയുന്ന ഒരു ഫോൺ. ഇതിൻ്റെ കളർ നോക്കുക, ഒരു വയലറ്റ് കളറാണ്. ഇത് കറക്റ്റ് ആ ഒരു സൺലൈറ്റിൽ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ മാക്സിമം ഇതിൻ്റെ ലുക്ക് കാണിച്ചു തരാൻ ശ്രമിക്കാം. സോ നമുക്ക് ബോക്സ് നോക്കുകയാണെങ്കിൽ ബോക്സിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ചാർജർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കേസും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സിലിക്കൺ കേസ് അല്ല, നമുക്കൊരു കളേർഡ് സിലിക്കൺ കേസാണ്, ട്രാൻസ്പാരൻ്റ് അല്ല. അതുകൊണ്ട് മഞ്ഞയാവുന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കേസ് ഇട്ടാൽ കുറച്ചുകൂടി വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കേസ് ഇട്ട് സംസാരിക്കാം. സോ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ തുടങ്ങാറുള്ള പോലെ തന്നെ ഇതിൻ്റെ ഡിസൈന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. 2 ക്യാമറ, ഒരു ഫ്ലാഷ് ലൈറ്റ്, വേറെ പരിപാടികളൊന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവം. ഇതിന് തന്നെ വേറെയും കളർ സ്കീംസ് വരുന്നുണ്ട്. അതിൽ ഏതൊരു കളറിൽ നമുക്ക് ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ഇലൂമിനേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി നേരത്തെ തിളങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലതില്ലാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ലോ ബ്രൈറ്റ്നസ്സിൽ നോക്കിയപ്പോഴും വെളിച്ചില്ലാത്തോടത്ത് നോക്കിയപ്പോഴും വലിയൊരു തിളക്കൊന്നും ഞാൻ കണ്ടില്ല. ഇനി വരുമോയെന്ന് എനിക്കറിയില്ല. ഈ കളറല്ല തോന്നുന്നു, വേറെ കളറിൽ അങ്ങനെ എന്തോ ചെറിയ പരിപാടി, ഇലൂമിനേറ്റിംഗ് പരിപാടികളൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഡിസൈൻ വളരെ സിമ്പിളായിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ തിക്നെസ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണിത്. 200 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വെയിറ്റ് അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നോർമൽ ഫോണുകൾക്കൊക്കെ ഉള്ള പോലത്തെ ഒരു വെയിറ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റോ ഹെവി വെയിറ്റോ അല്ല, നോർമൽ വെയിറ്റ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് ഫ്രെയിം പോലെയല്ല, ഒരു നല്ലൊരു മെറ്റാലിക് ഫ്രെയിമിൻ്റെ ഒരു ഫിനിഷ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത്. അതും നല്ലൊരു പ്രീമിയം കളറിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല പെയിൻറ്റിങ്സ് പരിപാടികളൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ അടയാളങ്ങൾ ബാക്കിൽ നന്നായിട്ട് പിടിക്കൂട്ടോ. നിങ്ങളിപ്പോൾ ക്യാമറയിൽ കണ്ടപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. അത് വലിയ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്നില്ല. പിന്നെ IP68ൻ്റെയും IP69ൻ്റെയും റേറ്റിംഗ് വരുന്നൊരു ഫോണാണ്. ഈ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 120 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1.5 മീറ്റർ താഴെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. യാതൊരു വിധത്തിലൊരു കുഴപ്പം ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ 8GB 256GB അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 512GB വരെ ഇതിൻ്റെ വേരിയൻസ് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൈസിങ് ഇപ്പോൾ പ്രോപ്പറായിട്ട് പുറത്ത് വന്നിട്ടില്ല. പ്രൈസിങ് ഏകദേശം ഒരു 35,000 to 45,000 ഇടയിലായിരിക്കും ഇതിൻ്റെ പല വേരിയൻസിന് പ്രൈസിങ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു 35,000 രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണി ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്, അത് കറക്റ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷം April 2 ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഐ തിങ്ക് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ചാനലിലായിരിക്കാം ഈ ഒരു വിവോ V70യുടെ ഒരു ലോങ് റിവ്യൂ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. എനിക്കറിയില്ല, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം കുറേ ഫോണിലൊക്കെ റിവ്യൂ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാതെ. അപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇതായിരിക്കും ഫസ്റ്റ് വീഡിയോ, അല്ലെങ്കിൽ വേറെ വല്ല വീഡിയോ ആയിരിക്കും ഫസ്റ്റ് വീഡിയോ. അത് വിട്ടേക്ക്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഡിസൈൻ വളരെ സിമ്പിളാണ്, പക്ഷേ കൊള്ളാം. ഇനി ക്യാമറ സൈഡിലേക്ക് നോക്കുമ്പോൾ 200 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ്, ഹൈ റെസൊല്യൂഷൻ സെൻസറാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ സെൻസർ. അതിൻ്റെ കൂടെ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും അവർ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡിലെ കാര്യങ്ങളൊക്കെ ഒരു നോർമൽ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു 200 മെഗാപിക്സൽ സെൻസറിൽ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫോട്ടോസാണ് കിട്ടുന്നത്. ഈ ഒരു 200 മെഗാപിക്സൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊരു ടെലിഫോട്ടോ ലെൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു 200 മെഗാപിക്സൽ വെച്ച് നമുക്ക് 30x നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ 30x സൂമിൽ തന്നെ അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ ഉള്ള പോലെ തന്നെയാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഈ പറഞ്ഞ ഒരു ടെലിഫോട്ടോ ലെൻസ് ഇല്ലാന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെയിൻ സെൻസർ വെച്ചിട്ട് നമുക്ക് 85mm വരെ ഡിജിറ്റൽ ക്രോപ്പഡ് ആയിട്ടുള്ള ടെലിഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നോട്ട് ദ പോയിന്റ്, ഒറ്റ ലെൻസേ ഉള്ളൂ. അത് 200 മെഗാപിക്സലിലാണ്, ടെലിഫോട്ടോ ഇല്ല. എന്നിട്ട് പോലും പോർട്രേറ്റ് മോഡിൽ 85mm ഒരു ഡിജിറ്റൽ ക്രോപ്പഡ് ആയിട്ടുള്ള ടെലിഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതും നല്ല ക്ലാരിറ്റി, നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി ഫ്യൂച്ചറിലൊക്കെ ഈ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ എടുത്ത് കളയാനാണ് ചാൻസ്. ഇതുപോലുള്ള ഹൈ റെസൊല്യൂഷൻ സെൻസർ കൊടുക്കും. ഒരു 300 മെഗാപിക്സൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ 400 മെഗാപിക്സൽ ഇരിക്കട്ടെ, 500 മെഗാപിക്സൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ടെലിഫോട്ടോ ലെൻസിന് പകരം നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നമുക്ക് സൂം ചെയ്ത പോലെ കാണിച്ചു തരും ആയിരിക്കാം.
അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇതിൻ്റെ ആ ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഇത്തരം ലെൻസുകൾ കൂടുതലും വരുന്നത്. 200 മെഗാപിക്സലിൻ്റെ സെൻസർ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചൂടെ. അപ്പോൾ അവർ ടെലിഫോട്ടോ ലെൻസ് സ്കിപ്പ് ചെയ്തു, പകരം 200 മെഗാപിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ലെൻസ് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇതാണ് ക്യാമറ സൈഡിൽ നിന്ന് വരുന്നത്. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറാണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. അതിലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും നമുക്ക് 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്, HD 60 FPS വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം അതിന് ചിപ്സെറ്റ് അത്രയും പെർഫോമൻസ് ലിമിറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ഇതിൽ നമുക്ക് 4K 60 FPS സപ്പോർട്ട് ഇല്ല, 4K 30 FPS സപ്പോർട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ ഒരുപാട് AI പരിപാടികളുണ്ട് കേട്ടോ. AI വെതർ ചേഞ്ച് ചെയ്യുക, AI ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ഈ പൂവൊക്കെ വീഴുന്ന ഡിസൈൻ ആക്കുക, അങ്ങനെ ഒരുപാട് AI പരിപാടികളുണ്ട്. AI ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡുണ്ട്. സോ അങ്ങനെ കുറേ AI പരിപാടികളൊക്കെ വരുന്ന ഒരു ഫോട്ടോഗ്രാഫി ഫോൺ തന്നെയാണത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ മൈക്രോ മൂവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അതിൽ നമുക്ക് കുറേ ഫിൽറ്ററുകൾ പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് നമുക്ക് ചെറിയൊരു മിനി സിനിമ പോലത്തെ പരിപാടികളൊക്കെ എടുക്കാൻ പറ്റും. വല്ല വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മോഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ 200 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ തന്നെയാണ്. വിവോ V70 Liteൽ 50 മെഗാപിക്സലിൻ്റെ വൈഡ് സെൽഫി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ സെൽഫീസ് ഇങ്ങനെ വൈഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂട്ടാ. പിന്നെ 1x സെൽഫീസ് ഇങ്ങനെയും 2x ക്രോപ്പ്ഡ് സെൽഫീസ് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഹൈ റെസൊല്യൂഷൻ മോഡ് ഇട്ട് 200 മെഗാപിക്സലിൻ്റെ ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഒരു ഫോട്ടോയ്ക്ക് ഏകദേശം 50 MB ആണ് കേട്ടോ സൈസ് വന്നത്. സോ സൂം ചെയ്ത് നോക്കിയാലും വലിയ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണെങ്കിലും 200 മെഗാപിക്സലിൻ്റെ സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ പോർട്രേറ്റ് മോഡിൽ പല സൂമിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കി. ആക്ച്വലി ഇതൊരു ഡിജിറ്റൽ ക്രോപ്പ് ആണെങ്കിലും ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഒരു ടെലിഫോട്ടോ ലെൻസ് എടുക്കുന്ന പോലത്തെ തന്നെ ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് റിയൽ ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചുള്ള ഫോട്ടോസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ചില നേരത്ത് കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. സോ അത് ഒരു അപ്ഡേറ്റ് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും കേട്ടോ നമ്മുടെ വിവോ V70 FEയുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K 30 FPS സപ്പോർട്ടും HD 60 FPS സപ്പോർട്ടും ഉണ്ട്. നല്ല നോയ്സി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എന്നാലും എൻ്റെ വോയിസ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ വിവോയുടെ ഫോണിൽ സാധാരണ റിവ്യൂ ചെയ്യുമ്പോൾ വോയിസ് ഒക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാറുണ്ട്. സോ ഇതാണ് വീഡിയോ ക്വാളിറ്റി ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആണെന്നാണ് ഫീൽ ചെയ്തത്. ഇനി നമ്മുടെ 8 മെഗാപിക്സൽ വൈഡ് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. 8 മെഗാപിക്സലാണ്, അതുകൊണ്ട് തന്നെ HD 30 FPS സപ്പോർട്ട് മാത്രമേ നമുക്ക് ഇവിടെ ഇല്ല അവൈലബിൾ ആയിട്ടുള്ളൂ. സോ എങ്ങനെയുണ്ട് ക്വാളിറ്റി നിങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾ കാണുന്നത് വിവോ V70 FEയുടെ റിയർ ക്യാമറയിൽ നമ്മൾ HD 60 FPS എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെബിലൈസേഷൻ മോഡ് ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ എടുത്തേക്കണേ. നോർമലി നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റെബിലൈസേഷൻ മോഡ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടാണ് കാണാറുള്ളത്. അത് അങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലൊരു ക്രോപ്പ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റെബിലിറ്റി എൻഹാൻസ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ക്രോപ്പ് വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ കുറച്ചുകൂടി ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് റിയർ ക്യാമറയിൽ നമുക്ക് വേണമെങ്കിൽ 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി സ്മൂത്ത്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു HD 60 FPS വീഡിയോ എടുത്തത്. എങ്ങനെയാണ് ക്വാളിറ്റി നിങ്ങൾ പറയാം. ഇനി ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ച് സൈസ് വരുന്ന ഒരു AMO LED ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1900 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വരുന്നുണ്ട്. 449 PPIയുടെ ക്ലാരിറ്റി വരുന്നുണ്ട്. HDR 10+ സപ്പോർട്ട് വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 1.06 ബില്യൺ കളേഴ്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേ സൈഡിൽ നിന്നൊക്കെ അടിപൊളിയാണ്. മാത്രമല്ല നമുക്ക് ബെസലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ബെസൽസും കൂടിയാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. സോ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് ഓൾമോസ്റ്റ് സെറ്റാണ്, ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഡയമൻസിറ്റിയുടെ 7360 ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. ഞാൻ റീസെൻ്റ്ലി വിവോയുടെ Y51 Pro എന്ന് പറഞ്ഞൊരു ഫോൺ റിവ്യൂ ചെയ്തപ്പോഴും അതിൽ വന്നിരുന്ന ആ ഒരു ചിപ്സെറ്റും ഈ പറഞ്ഞ ഡയമൻസിറ്റിയുടെ 7360 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. സോ ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ തന്ന് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. അത്യാവശ്യം ഒരു ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് കൂടിയാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഏകദേശം 4000 above millimeter സ്ക്വയർ സൈസുള്ള ഒരു VC വേപ്പർ ചേമ്പർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. കൂളിംഗ് സിസ്റ്റം ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ ഹീറ്റിംഗ് ഒന്നും അധികം ഇല്ലാതെ നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യാനും അതുപോലെ തന്നെ ഗെയിമിംഗ് കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഒരു നോർമൽ ഗെയിമിംഗ് പരിപാടികൾക്കൊക്കെ ഈ ഒരു ഫോൺ തന്നെ മതി. ബട്ട്
ശരിക്കുള്ള പ്രൊഫഷണൽ ഗെയിമിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫോൺ വലിയൊരു ഓപ്ഷൻ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുകളിലുള്ള വിവോ V70 അല്ലെങ്കിൽ V70 Elite നോക്കാം. V70 നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ആണ് തോന്നുന്നത്. അതുപോലെ തന്നെ V70 Elite നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8 സീരീസ് ആണ് വരുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒക്കെ ഗെയിമിംഗ് പരിപാടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ചിപ്സെറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ UFS 3.1 സപ്പോർട്ടാണ് വരുന്നത്. 4 നാനോമീറ്റർ ചിപ്സെറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതൊക്കെയാണ് പെർഫോമൻസ് ആയിരുന്നു പറയുന്നത്. ജസ്റ്റ് ഓക്കെ പെർഫോമൻസ് ആണ്. നമുക്ക് നോർമൽ യൂസിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടല്ലോ, BBKയുടെ അണ്ടറിൽ വരുന്ന ഏതൊരു ഫോണാണെങ്കിലും ബാറ്ററി വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനും 7000 mAh ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 90 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ബൈപ്പാസ് ചാർജിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബാറ്ററി സൈഡിൽ നിന്ന് ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. ഇനി ഒരു ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റു കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് നമ്മുടെ ഒറിജിൻ OS-ലാണ്. സോ ഒറിജിൻ OS-ൻ്റേതായിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ USB 2.0 സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. ഒറിജിനൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ഒറിജിൻ OS-ൽ വരാറുണ്ട്. നമ്മുടെ മ്യൂസിക് പരിപാടികൾ നമുക്കിങ്ങനെ മറ്റേ ഡൈനാമിക് ഐലൻഡിൽ ഹൈലൈറ്റ് ആവുന്ന പോലെ ഹൈലൈറ്റ് ആവും, നോട്ടിഫിക്കേഷൻസ് അങ്ങനെ ഹൈലൈറ്റ് ആവും. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ വളരെ സ്മൂത്താണ്. പിന്നെ AI പരിപാടികൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം സെറ്റാണ്. പിന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഐഫോണിലേക്ക് ഈസി ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലുള്ളൊരു ഷെയറിങ് പരിപാടികൾ ഇവർ മറ്റേ ആ ഒരു ക്വിക്ക് ഷെയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയാമായിരുന്നു. ഓൾറെഡി നമ്മുടെ പിക്സൽ, അതായത് ആൻഡ്രോയിഡ് ഫോൺ ആദ്യമായിട്ട് പിക്സൽ നമ്മുടെ ആപ്പിളിലേക്ക് ഫയൽസ് ഷെയർ ചെയ്ത് തുടങ്ങി എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഇനി മുതൽ ആപ്പിളിലേക്കൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സാംസങ് റീസെൻ്റ്ലി അങ്ങനെ ലോഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ വിവോയുടെ ഈ ഒരു ബഡ്ജറ്റിലുള്ള ഫോണിൽ പോലും നമുക്ക് ആ ഒരു സെൻഡിങ് പരിപാടികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിവോൻ്റെ ഓഫീസ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി, ഈ ഫോണും ലാപ്ടോപ്പും ഒരുമിച്ച് കണക്ട് ചെയ്ത് ഇതിലത്തെ കാര്യങ്ങൾ അതിലത്തെ കാര്യങ്ങൾ ഇതിലും ആക്സസ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് വിവോൻ്റെ ഓഫീസ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ. അത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈപ്പാസ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ഗെയിമിംഗ് സമയത്തൊക്കെ നമുക്ക് ചാർജ് ബാറ്ററിയിൽ കയറാതെ, ബാറ്ററി ഹീറ്റ് ആക്കാണ്ട്, ബാറ്ററി കൗണ്ട് കൂട്ടാണ്ട്, ബാറ്ററി സൈക്കിൾ കൗണ്ട് കൂട്ടാണ്ട് നേരിട്ട് ചാർജിലേക്ക് ഡെലിവറി ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാനുള്ള പരിപാടികളൊക്കെ നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് സിമ്മട്രി ആയിട്ടുള്ള ഡ്യുവൽ സ്പീക്കറാണ്. അതിനർത്ഥം ഇവിടുന്ന് വരുന്ന സൗണ്ടും താഴേന്ന് വരുന്ന സൗണ്ടും ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടൊരു പക്ക ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഓഡിയോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിച്ച് ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക. കൂടുതലും ലൗഡ്നെസ്സിനാണ് ഈ ഒരു ഫോൺ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ഹ്യൂമൻ വോയിസിനൊക്കെ നല്ല വോക്കൽസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബേസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ച് പുറകിലാണ്. എന്നിരുന്നാലും സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സിമ്മട്രി വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടി നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഗെയിമിംഗ് സമയത്ത് നമുക്കൊരു ഗെയിമിംഗ് എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓഡിയോ സെറ്റപ്പ് ഇതിൻ്റെ സെറ്റിങ്സിൽ എനേബിൾ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 120 ഡിഗ്രിയിലേക്ക് ഓഡിയോ സ്പ്രെഡ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ഈ ഒരു സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്, 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെമിനൈ പ്രോൻ്റെ സപ്പോർട്ട് നമുക്ക് ഇതിൻ്റെ AI പരിപാടികളിലൂടെ വരുന്നുണ്ട്. സോ ഇത്തരം പരിപാടികളൊക്കെ തന്നെ ഇതിൻ്റെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ഒന്നല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു 200 മെഗാപിക്സൽ സെൻസറിന് പകരം ഒരു 50 മെഗാപിക്സൽ സെൻസറാക്കിയിട്ട് ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. ബട്ട് അവർ പറഞ്ഞില്ല, അവർ ആ പ്രൈസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൂട്ടിയത്, 200 മെഗാപിക്സലാക്കിയത്. അപ്പോൾ ഓരോന്നിനും ഓരോ റീസൺ ഉണ്ടായിരിക്കും. അവർക്ക് എന്തായാലും അവർക്ക് കിട്ടാനുള്ള ആ ഒരു പ്രോഫിറ്റ് ഓരോ ഫോണിൽ നിന്ന് കിട്ടിയാൽ മതിയാവുള്ളൂ. അതിനനുസരിച്ച് അവർ ബാലൻസ് ചെയ്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. അതെനിക്ക് ഒരു കുറവായിട്ട് തോന്നി. പിന്നെ ചിപ്സെറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഒരു സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 അങ്ങനെ എന്തെങ്കിലും ആക്കിയിരുന്നെങ്കിൽ അത് പിന്നെ വിവോ V70യുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവോ V70 FE നോക്കുകയാണെങ്കിൽ 35 to 45, V70 നോക്കുകയാണെങ്കിൽ 45 to 55, V70 Elite നോക്കുകയാണെങ്കിൽ ഏകദേശം 50 to 65. അങ്ങനെ 3 പ്രൈസ് കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രൈസ് കുറവാണ്, അതിനനുസരിച്ചുള്ള ചെറിയ പോരായ്മകൾ ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു ഫോണിന് കുറച്ച് ആൾട്ടർനേറ്റീവ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല Neo 10 എടുക്കാം, കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് Neo 10 എടുക്കാം. പക്ഷേ ക്യാമറ നമുക്ക് 200 മെഗാപിക്സൽ കിട്ടില്ല. പിന്നെ നത്തിങ്ങിൻ്റെ 4A Pro നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതിലും ഈ പറഞ്ഞ മാതിരി ബാറ്ററി ഇത്ര ഇല്ല. പിന്നെ ക്യാമറ 200 മെഗാപിക്സലൊന്നുമില്ല, 50 മെഗാപിക്സലുള്ളൂ. പക്ഷേ അതിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്.
ചിപ്സെറ്റ് മറ്റേ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 4 കിട്ടുന്നുണ്ട്, 7S Gen 4 അല്ലെങ്കിൽ 7 Gen 4 കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ OnePlusൻ്റെ Nord 5, OnePlusൻ്റെ 13R, റിയൽമിയുടെ GT7, അതുപോലെ തന്നെ വിവോയുടെ T4 Ultra, പിന്നെ റിയൽമിയുടെ 16 Pro Plus, റെഡ്മിയുടെ 15 Pro അല്ലെങ്കിൽ റെനോ 15 സീരീസ്, വിവോ V60 എന്ന് പറയുന്ന ഫോണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് അൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഫോണിലൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫോണിനെ പറ്റിയിട്ടുള്ള ഓവറോൾ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു നല്ല ബാറ്ററിയൊക്കെ ഉള്ള, നല്ല ക്യാമറയൊക്കെ ഉള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു നോർമൽ ഫോണാണ്. ഒരു 35,000 രൂപയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്ന ഒരു ഫോണ്. സോ അത്തരം ഫോണുകൾ നോക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം. വേറെയും മാർക്കറ്റിൽ നല്ല ഓപ്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കൂട്ടുകയാണെങ്കിൽ V70 അല്ലെങ്കിൽ V70 Elite എടുക്കാം. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ ഫോണെന്ന് തന്നെ പറയേണ്ടി വരും. വളരെ മോശങ്ങളായിട്ട് പറയാനായിട്ട് കൂടുതലൊന്നുമില്ല, എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോലെ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കണേ. സോ അത്ര പറയാനുള്ളൂ. ഇനി ഈ ഫോണിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇതൊരു നോർമൽ ഫോണാണ്. പെർഫോമൻസ് നോർമലാണ്, ക്യാമറ നോർമലാണ്, ബാറ്ററി അടിപൊളിയാണ്, ഡിസൈൻ നോർമലാണ്. അങ്ങനെ ഒരു എല്ലാം കൊണ്ടും ഒരു നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഗ്രാഫിക് ഇങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫോണായിട്ടാണ് ഫീൽ ചെയ്തത്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള ഡിവൈസുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഈ ഒരു ഫോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഫോണാണെങ്കിലും, ഏതൊരു ബ്രാൻഡാണെങ്കിലും, ഏതൊരു മോഡലാണെങ്കിലും നിങ്ങൾക്ക് അവരെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതി അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് റെഡി സ്റ്റോക്ക് അവരുടെ ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്.